ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റുന്ന പൂച്ചെടികളും ഇലച്ചെടികളും പഴവർഗ്ഗ ചെടികളും എല്ലാം ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100 രൂപയിൽ താഴെയുള്ള പ്ലാന്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 3 പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഇന്ത്യൻ പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കാറുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്ത് മാക്സിമം 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സുകൾ അയക്കുന്നതാണ്. ഫസ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ബോട്ടിൽ ബ്രഷിൻ്റെ വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. അല്പം മണ്ണോട് കൂടി തന്നെയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. അടുത്തതായിട്ട് കോറൽ വൈൻ ആണ്. കോറൽ വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കോറൽ വൈന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് റെഡ് ജാക്കോബിന പ്ലാന്റ് ആണ്. റെഡ് ജാക്കോബിന പോലെ തന്നെ 3 കളേഴ്സും കൂടെ നമ്മളടുത്ത് ജാക്കോബിനയുടെ അവൈലബിൾ ആയിട്ടുള്ളത് 70 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ്. കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റി. നോർമൽ പോട്ടി മിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. അടുത്തായിട്ട് കലാത്തിയ ലൂട്ടിയാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ കലാത്തിയ ലൂട്ടിയ. ഈ പ്ലാന്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും കണ്ട് പരിചയമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ലെമൺ ആണ്. വെരിഗേറ്റഡ് ലെമണിൻ്റെ വേര് പിടിപ്പിച്ച അത് ലെയർ ചെയ്ത പ്ലാന്റിന് 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഫ്രൂട്ടും വെരിഗേറ്റഡ് ആയിരിക്കും. ഇതുപോലെ പോട്ടിലോ നിലത്തോ ഒക്കെ നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ വളർത്താവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ് മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ്. മിനിയേച്ചർ അലമാണ്ടയ്ക്ക് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതോ ക്രീപ്പ് ചെയ്ത് പോകുന്നതല്ല, കുറ്റിച്ചെടിയായി വളരുന്നൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് വരുന്നത് ഇസ്രായേൽ ഫിഗ് ആണ്. ഇസ്രായേൽ ഫിഗിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. ചില പ്ലാന്റിലൊക്കെ അയച്ചു തരുന്ന ചില പ്ലാന്റ്സൊക്കെ ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്നൊരു പ്ലാന്റാണ്, അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് അല്പം കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഈ പ്ലാന്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഒലിവ് പ്ലാന്റ് ആണ്. ഒലിവ് പ്ലാന്റിൻ്റെ ലെയർ ചെയ്ത തൈകളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സുകളായിരിക്കും. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഓക്സാലിസ് ആണ്. ഗ്രീൻ ഓക്സാലിസിൻ്റെ ലീഫ് പോലെ തന്നെ പൂക്കളും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ബൾബ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഫിന് അഥവാ ഒരു ഡാമേജ് സംഭവിച്ചാലും പ്ലാന്റ് പെട്ടെന്ന് തന്നെ പുതുതായിട്ട് കയറി വരുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സിംഗിൾ പെറ്റൽ അസാലിയാണ്. അസാലിയയുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള സിംഗിൾ പെറ്റൽ പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അസാലിയ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ബാൾസ് ആണ് കേട്ടോ. ഡബിൾ പെറ്റൽ ബാൾസുമാണ്. ഇത് ഈ പോട്ടോട് കൂടെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. റെഡും അവൈലബിൾ ആണ്, പീച്ചും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്, മാംഗോസ്റ്റീൻ പ്ലാന്റ്. മാംഗോസ്റ്റീൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റിനാണ് 130 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ ഗ്രാൻഡിഫ്ലോറ. ഇത് ബംഗാൾ ട്രംപറ്റിൻ്റെയൊക്കെ ആ ഒരു വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്സ് ആണ്. ബ്ലൂ കളർ ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള വേര് പിടിപ്പിച്ച തൈകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ പ്ലാന്റ് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നതും എന്നാൽ കൂടുതൽ പരിചരണം ഇല്ലാത്തതുമായൊരു പ്ലാന്റ് കൂടിയാണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് സെൻറ്റ് ജോൺസ് വേർട്ട് ആണ്. യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ തണ്ടുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ കട്ടി കുറഞ്ഞ തണ്ടുകളാണ്. അപ്പോൾ അയച്ചു തരുന്ന പ്ലാന്റ്സും ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ. ഇത് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റാണ്, ക്രീപ്പർ വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പീച്ച് ബാൾസം ഡബിൾ പെറ്റലോട് കൂടിയത്. ഇതിൻ്റെയും ഈ ഒരു പോട്ടിൽ തന്നെയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് ട്രംപറ്റ് വൈനാണ് കേട്ടോ. ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൽ വർഷത്തിൽ ഒരു തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും. ഇതുപോലെ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ കവറോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്.
അടുത്തായിട്ട് വരുന്നത് ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗാർഡീനിയയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയാണ്. ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറി നിങ്ങൾ കണ്ടില്ലേ, നല്ല തിക്ക് ഫ്ലവറുകളായിരിക്കും. ഈ ഒരു സൈസിലുള്ള കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നാനോക്ക് പ്ലാന്റ് ആണ്. നാനോക്കിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റിന് വരുന്ന പ്രൈസ് 60 രൂപ മാത്രം. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സീനിയ. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് തമ്പർജിയ കോക്സീനിയ. ഇതിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്ന പ്രൈസ് 50 രൂപ. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ. ഇത് ജാസ്മിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് അല്ല, കുറ്റിച്ചെടിയാണ്. അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ജാസ്മിൻ എന്ന പേര് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് കനകാംബരമാണ്. ഓറഞ്ച് കനകാംബരത്തിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ തന്നെ ചെറിയ പ്ലാന്റിൽ നിറഞ്ഞ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഹണിസക്കിളാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണിസക്കിൾ. ഇപ്പം ഞാൻ അയച്ചു തരുന്ന പ്ലാന്റ്സിൽ പോലും ചിലതിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ്. ബിഗ്നോണിയ ക്രീപ്പർ ഒരു ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് പടർന്നു പോകുന്നൊരു പ്ലാന്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്നതാണ്. അത്യാവശ്യം നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വേണം വളർത്താനായിട്ട്. നെക്സ്റ്റ് വൺ നന്ദ്യാർവട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ, സിംഗിൾ പെറ്റലല്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഫിഡിൽ ലീഫ് ഫിഗ് ആണ്. ഫിഡിൽ ലീഫ് ഫിഗ് ഒരു ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ ജിഫിൽ വേര് പിടിപ്പിച്ച ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അകത്തും പുറത്തും ഒരുപോലെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് വാട്ടർ ബാമ്പു. വാട്ടർ ബാമ്പു കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ചൈനീസ് ഹാറ്റാണ്. ഇതിൻ്റെ റെഡ് മാത്രമാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സൈസ് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ലോലിപോപ്പിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. അടുത്തായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നോർമൽ പോട്ടിംഗ് മിക്സിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ബുഷ് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ച് സ്വീറ്റ് ആയിരിക്കില്ല, അത്യാവശ്യം പുളിയുള്ള ഒരു വെറൈറ്റിയാണിത്. ഇത് സീസണലല്ല, എല്ലാ സമയങ്ങളിലും ഇതിൽ കായ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ലെമണിന് പകരമായിട്ട് ജ്യൂസ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. എല്ലാം തന്നെ പൂവും മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ്. അടുത്തതായിട്ട് ഡോഫ് മധുമാലതിയാണ് കേട്ടോ. ഇത് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല, ഡോഫായി കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രെയിനിയ പ്ലാന്റ് ആണ് കേട്ടോ. ബ്രെയിനിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ മദർ പ്ലാന്റ് കാണുമ്പോഴേ അറിയാം. പൂക്കൾ പോലെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഈ ബ്രെയിനിയ പ്ലാന്റ്സിനുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് G9 റോബസ്റ്റ പ്ലാന്റ് ആണ്. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ പിങ്ക് കോമ്പിനേഷനിലുള്ള, പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് 2 വെറൈറ്റിയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പിങ്കിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപ മാത്രമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. മുള്ളില്ലാതെ എന്നാൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്, അതല്ലാതെ ബെഡ് ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് അധികവും അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് പെഡ്ലാന്തസ് ആണ്. ഇതുപോലെ ഹാങ് ചെയ്തിടുന്നതാണ് കൂടുതൽ ഭംഗി. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാണ്. നമ്മുടെ ഗാർഡീനിയയുടെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. എന്നാൽ സിംഗിൾ പെറ്റലായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ബ്രൺഫെൽസിയ പ്ലാന്റ് പോലെ 3 ഷെയ്ഡിലായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. നല്ല സുഗന്ധമുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എലിയോകാർപ്പസ് പ്ലാന്റ്. ഒരു ഹാഡി വെറൈറ്റിയാണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ബ്ലീഡിംഗ് ഹാർട്ടാണ്.
ഈ ബ്ലീഡിംഗ് ഹേർട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ പോട്ടിൽ കുറ്റിച്ചെടിയായിട്ടും വളർത്താം, ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വള്ളിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയയുടെ ജപ്പോണിക്ക എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ. അത് ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ്. ചെറിയ പ്ലാന്റ്സിന്, ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റും നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. എന്നാൽ ഈ സൈസിലുള്ള പ്ലാന്റ്സിനാണ് 550 രൂപ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഈ ചെറിയ സൈസ് പ്ലാന്റിൽ പോലും ഒരുവിധം എല്ലാത്തിലും മൊട്ടായി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്സും അതുപോലെ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം വെക്കാൻ, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് ബ്ലൂ പ്ലംബാഗോയാണ്. പൊതുവേ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായൊരു പ്ലാന്റ് കൂടിയാണ്. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും തന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വെറൈറ്റീസാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഡേസിയുടെ ഡബിൾ പെറ്റൽ അല്ല, മൾട്ടി പെറ്റൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള ചെറിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്ന ഒരു സ്രബ് വെറൈറ്റി, കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇത് ഹണിസക്കിളിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 60 രൂപയ്ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, റിപ്സാലിസ്. റിപ്സാലിസ് മെച്ചറാകുന്നതിനനുസരിച്ചും അത്യാവശ്യം വെളിച്ചം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നതിനനുസരിച്ചുമാണ് ഇതിൻ്റെ ഒരു കളർ ലഭിക്കുന്നത്. ജിഫിയിൽ വേര് പിടിപ്പിച്ച തൈകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ അരിനെല്ലിയാണ്. അരിനെല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ സമയങ്ങളിലും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകും. ഒരു ഫ്രൂട്ട് കഴിയുമ്പോഴേക്കും അടുത്ത മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാകും. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ. നമ്മൾ നേരത്തെ തമ്പർജിയയുടെ വെരിഗേറ്റഡ് തന്നെ ഗ്രാൻഡ് ഫ്ലോറ കണ്ടു. ഇത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയാണ്, റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ പർപ്പിൾ പാഷനാണ് കേട്ടോ. പർപ്പിൾ പാഷനും അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് ഒരു വെൽവെറ്റ് ടെക്സ്ചറിലുള്ള ലീഫ് കൂടിയാണ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ, അല്ലാതെ മിനിയേച്ചർ ടൈപ്പല്ല. വലിയ ലീഫും വലിയ പൂക്കളും ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. അടുത്തായിട്ട് വൈറ്റ് തെമ്പർജിയ ഇറക്റ്റ പ്ലാന്റ്സിൻ്റെ 2 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലൂവും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ചെറിയ സൈസിൽ തന്നെ ഇതിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാം തന്നെ പൂക്കളായ പ്ലാന്റ്സുകളല്ല കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ ഒരു പ്രത്യേകത, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇതിനെ വളർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് ഇപ്പോൾ അടുത്ത കാലങ്ങളിലെ നമ്മുടെ നഴ്സറികളിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. 180 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് ആണ്. ഇതുവരെ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. ചെറിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും റീസണബിൾ ആയ ഒരു റേറ്റിലാണുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസ് ആണ് കേട്ടോ. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഓറഞ്ചിൻ്റേതും അയച്ചു തരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇതിനെയും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കക്കാടമുല്ല പ്ലാന്റ്സ് ആണ്. കക്കാടമുല്ലയുടെ നല്ല പൂക്കളൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 90 രൂപയാണ് അത്യാവശ്യം മെച്ചറായ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഈ സൈസ് പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് കമേലിയാണ്. കമേലിയയുടെ 5 ഷെയ്ഡ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെയും പ്രൈസ് വരുന്നത് 170 രൂപയാണ്. കോംബോ ആയിട്ടും ഈ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഈ ഒരു സൈസായിരിക്കും. റിബൺ ബുഷാണ് അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ്. റിബൺ ബുഷിനെ പഴുതാര ചെടി എന്ന പേരിലും വിളിക്കുന്നു. ഇതിനൊരു ഹാഫ് ഇൻഡോർ ആയിട്ടും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിനാണ്. ഇതിൻ്റെ ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ ആർക്കും ഒന്ന് വീട്ടിൽ വളർത്താനായിട്ട് ആഗ്രഹം തോന്നുന്നൊരു പ്ലാന്റാണ്. അതുപോലെ കുത്തി പൂക്കളാണ് ഈ പിങ്ക് ജാസ്മിനിൽ ഉണ്ടായേക്കാവുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. മാത്രമല്ല ബോൺസായി ആക്കി എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയയുടെ ഈ ഒരു ഡബിൾ ഷെയ്ഡാണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു പ്ലാന്റിനും വരുന്ന പ്രൈസ് 170 രൂപയാണ്. പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ലെയർ ചെയ്ത ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. ഈ കുറ്റിമുല്ല പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. സീസണൽ അല്ലാതെ എല്ലാ സമയത്തും ഇതിൽ
പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതമാണ്. പാരിജാതത്തിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഈ പാരിജാതം പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് കാസിബൈ ഫ്ലോറയാണ്. കാസിബൈ ഫ്ലോറ നേരത്തെ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് വാങ്ങിയൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർ ബെറി എന്നറിയപ്പെടുന്ന ഈ ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ പ്ലാന്റാണ്. ബ്രൺഫെൽസിയയുടെ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ. അത്യാവശ്യം മെച്ചുറായ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന, ചിലതിലൊക്കെ മൊട്ടും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലിയുടെ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ, അതായത് മാരിഗോൾഡ്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. സീഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് പാസിഫ്ലോറയാണ്. പാസിഫ്ലോറയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ പ്ലാന്റ് സൈസ് കാണുമ്പോൾ അറിയാം. ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബ്രൺഫെൽസിയയുടെ സ്മോൾ ടൈപ്പ് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഷ് ബോൺ കാറ്റസ് ആണ്. ഫിഷ് ബോൺ കാറ്റസിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല ലീഫ് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വളരെ റെയർ ആയിട്ടാണ് ഇതുപോലുള്ള ലീഫുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കാണാറുള്ളത്. ഇതിനെ ഹാങ്ങിങ് പോട്ടിലോ അല്ലാണ്ട് സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. നമ്മൾ ഈ ഓഫർ വീഡിയോയിൽ ഒരുപാടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചൈനീസ് ട്രംപറ്റ്, ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ എല്ലാ സമയത്തും ഇതിൽ ഈ ഒരു റെഡ് ഷെയ്ഡിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബാംബു ഓർക്കിഡാണ്. ബാംബു ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത, നല്ല വെയിലുള്ള സ്ഥലങ്ങളിലോ മഴയത്തോ ഒക്കെ നമുക്കിതിനെ വളർത്താം. മാത്രമല്ല പോട്ടി മിക്സ് അങ്ങനെ നോർമൽ പോട്ടി മിക്സ് തന്നെ മതി. നമ്മൾ ചകിരിച്ചോറ് മാത്രമൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ജെയ്ഡാണ്. ബ്ലൂ ജെയ്ഡിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും. വിത്തൗട്ട് പോട്ടായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ് അയക്കുന്നത്. വിത്ത് പോട്ടാണെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിന് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. ബ്ലൂ ഹൈഡ്രാഞ്ചിയുടെ ഡോഫ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. ഒരുപാട് വലിയ ഹൈറ്റ് വന്ന പ്ലാന്റ്സുകളായിരിക്കില്ല അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ലോലിപോപ്പ് പ്ലാന്റ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ വെച്ചാലാണ് ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത്. ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മൾട്ടി കളർ ലെൻഡാനയാണ്. ഈ സൈസിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തായിട്ട് പവിഴമല്ലിയാണ്. പവിഴമല്ലി നല്ല സുഗന്ധമുള്ള ജാസ്മിൻ പോലെയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കാലം തൊട്ടേ നമ്മളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ ശരിക്കും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ ഇതിനെ കുറ്റിച്ചെടിയാക്കി തന്നെ പോട്ടിൽ കട്ട് ചെയ്ത് നിർത്താനായിട്ടും സാധിക്കുന്നതായിട്ട് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അക്കാലിഫ. അക്കാലിഫ ഹാങ്ങിങ് ആയിട്ട് മാത്രമല്ല ബോർഡർ പ്ലാന്റ് ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. ഒരു സെമി ഷെയ്ഡിൽ വളർത്തുന്നതാണ് ഈ പ്ലാന്റ് കൂടുതൽ ഭംഗിയായിരിക്കാൻ നല്ലത്. അടുത്തായിട്ട് ക്ലറോഡൻഡ്രോ ആണ്. ക്ലറോഡൻഡ്രോത്തിന് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്താം. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ചില പ്ലാന്റ്സൊക്കെ ഇപ്പോൾ പൂക്കളായി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് സ്യൂട്രാന്തമം എന്നറിയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ. പൂക്കളുണ്ടാകും, പക്ഷേ ലീഫാണ് കൂടുതൽ ഭംഗി. നെക്സ്റ്റ് വൺ വരുന്നത് മൈലാഞ്ചി മെഹന്തി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് നഖത്തിൽ ചുവപ്പിക്കാൻ മാത്രമല്ല, ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഒരുപാട് ഉപയോഗങ്ങൾ, ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് ഈ മൈലാഞ്ചി പ്ലാന്റ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റ് നമുക്ക് ചട്ടിയിലോ നിലത്തൊക്കെ വളർത്താം. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത്. അടുത്തായിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അതുകൊണ്ട് പോട്ടിലായാലും നിലത്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യും. എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്നതുമാണ്. അടുത്തായിട്ട് ബ്രഹ്മകമലാണ്. നൈറ്റ് ക്യൂൻ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്, നിശാഗന്ധി, നൈറ്റ് ക്യൂൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസ് പ്ലാന്റ്സിന് 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസാണ്. എല്ലാ സമയങ്ങളിലും നല്ല പിങ്ക് ഷെയ്ഡിലുള്ള കുറ്റി കുറ്റി പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റ്സിന്
80 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ബുഷി പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഫ്യൂഷനാണ്. ഈ ഒരു കലാത്തിയെ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താം. നെക്സ്റ്റ് വൺ പിങ്ക് ഹോയാണ്. പിങ്ക് ഹോയയുടെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു സൈസ് ചിലതൊക്കെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സുകളും അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്കാണ്. ഈ വൈറ്റ് ലിപ്സ്റ്റിക്ക് നമുക്ക് നന്നായി ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ചെറിയ ലീഫുകളാണ് കേട്ടോ. വൈറ്റ് ലിപ്സ്റ്റിക്കിന് വളരെ നാനോ ആയിട്ടുള്ള ലീഫുകളായിരിക്കും ഇതിനുള്ളത്. അടുത്തായിട്ട് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് മധുമാലതിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ വലിയ ലീഫുകളായിരിക്കും. നോർമൽ മധുമാലതി പ്ലാന്റിനെ അപേക്ഷിച്ച് വലിയ ലീഫുകളായിരിക്കും. പൂക്കളാണെങ്കിൽ ഒരു മെറൂൺ ആൻഡ് റെഡ് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബഡ്ലിയ പ്ലാന്റ് ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റിൽ എല്ലാ സമയങ്ങളിലും തേനീച്ചയും പൂമ്പാറ്റയും വന്നിരിക്കുന്നു. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. കുറേ സമയങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടൊക്കെ ഇതൊരു മരം പോലെ ആവാറുണ്ട്. നമ്മുടെ ബോട്ടിൽ ബ്രഷൊക്കെ പോലെ നിലത്ത് നടുമ്പോഴാണ് അങ്ങനെ ആവുന്നത്. പോട്ടിലാണെങ്കിൽ നമുക്ക് വെട്ടി നിർത്തി കുറ്റിച്ചെടിയായിട്ട് തന്നെ വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഒരു ലെമൺ വൈറ്റ് ആണ് കേട്ടോ, പ്യുവർ വൈറ്റ് അല്ല. കുറച്ച് വിരിഞ്ഞ് പ്ലാന്റ്സ് ഫ്ലവർ കുറച്ച് മെച്ചർ ആവുമ്പോഴാണ് നല്ല വൈറ്റ് ആവുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറയാണ്. ഈ ബ്ലൂ പാസിഫ്ലോറ നേരത്തെ നമ്മൾ കാണിച്ച പിങ്ക് പോലെ തന്നെ ചെറിയ പ്ലാന്റ്സിൽ പൂക്കളാവുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ഗ്രാസ് ആണ്. ഇതിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചാലും നല്ല ഭംഗിയാണ്. അടുത്തായിട്ട് വരുന്നത് ടിബോച്ചിന പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മെലസ്ട്രോമയൊക്കെ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ. നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ ആണ് കേട്ടോ. യൂഫോബിയയുടെ ഈ ഒരു ലീഫിനാണ് കൂടുതൽ ഭംഗി. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല. ഈ ലീഫ് ഫുൾ ടൈം മെറൂൺ ഷെയ്ഡായിരിക്കും. അടുത്തായിട്ട് വരുന്നത് സ്കൾ ക്യാപ്പ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിനെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വളർത്താം. കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റാതിരുന്നാൽ മതി. അടുത്തായിട്ട് വെരിഗേറ്റഡ് കാനലിലിയാണ്. ഇത് ഡ്വാഫ് വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. ഈ കളറിലുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ സൈസിലുള്ള കിഴങ്ങായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് അബൂട്ട്ലോൺ മെഗാ പൊട്ടാമിക്കം. ഇത് അബൂട്ട്ലോണിൻ്റെ തന്നെ ഒരു ചെറിയ ക്രീപ്പിംഗ് വെറൈറ്റി കൂടിയാണ്. ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന വെറൈറ്റിയാണിത്. മിനിയേച്ചർ ടൈപ്പ് ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വൈറ്റ് പെട്രിയാണ്. ഈ പെട്രിയെ നമ്മളിപ്പോൾ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പോട്ടിൽ തന്നെ കണ്ടില്ലേ, നിറഞ്ഞ പൂക്കളായിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ചിലരുടെ ഒരു ഡൗട്ടാണ് പോട്ടിൽ വളർത്താൻ പറ്റുമോ, നിലത്ത് തന്നെ വളർത്തണോ എന്നുള്ളത്. അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ്. ഈ വെരിഗേറ്റഡ് ബ്രൺഫെൽസിയയിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവറുകൾ നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് 70 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ. വാട്ടർ ജാസ്മിനിൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വളർത്താൻ, ഇനിയിപ്പോൾ നിലത്തായാലും കുഴപ്പമില്ല, രണ്ട് രീതിയിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് വാട്ടർ ജാസ്മിൻ. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർമെലൺ ഡിസ്റ്റീഡിയാണ്. ഇതിനൊരു ഹാഫ് ഇൻഡോറായി വളർത്തുന്നതാണ് ഇതിൻ്റെ ആ ഒരു വെരിഗേഷനൊക്കെ നിലനിൽക്കാനായിട്ട് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് സ്നോറോസ് ആണ്. വെരിഗേറ്റഡ് സ്നോറോസിൽ വൈറ്റ് സിംഗിൾ പെറ്റൽ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതിനെയും ഒരു ഹാഫ് ഇൻഡോറായി വളർത്തുമ്പോഴാണ് ആ വെരിഗേഷൻ മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. അടുത്തായിട്ട് പീലിയ പ്ലാന്റ്. പീലിയ പ്ലാന്റും ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താനായിട്ട് സാധിക്കുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ലീഫ് ടെക്സ്ചർ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്ലവർ ഉണ്ടാകും, പക്ഷെ ലീഫിനാണ് കൂടുതൽ ഭംഗി. നെക്സ്റ്റ് വൺ ലില്ലി പില്ലി ഫ്രൂട്ടാണ്. ലില്ലി പില്ലി ഫ്രൂട്ടിന് ചെറിയൊരു പുളിപ്പും ചവർപ്പും നമ്മുടെ ചാമ്പക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റാണുള്ളത്. ഇത് അച്ചാറിടാനും ഉണ്ടാക്കാനും അല്ലാതെ കഴിക്കാനൊക്കെ അത്യാവശ്യം സ്വാദുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ മാൻഡിവില്ലയാണ്. യെല്ലോ മാൻഡിവില്ല നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഹൈബ്രിഡ് ടൈപ്പല്ല. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ നാടൻ യെല്ലോ മാൻഡിവില്ല. അത്യാവശ്യം മെച്ചുറായ വള്ളിയൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രൈനം ലില്ലിയാണ്. ക്രൈനം ലില്ലിയുടെ പിങ്ക് മാത്രമാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, അത് സോൾഡായി. ഇപ്പോൾ പിങ്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബൾബുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് അസേലിയ പ്ലാന്റ്സ് ആണ്.
അസാലിയ പ്ലാന്റ്സിൻ്റെ 5 കളേഴ്സ് നമ്മളെടുത്ത് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കോംബോയും അവൈലബിൾ ആണ്. അങ്ങനെ ആവശ്യമുള്ളവർ അത് ആവശ്യപ്പെട്ടാൽ കോംബോ എന്നൊന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതിയാവും. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ്. ബേബി സൺറോസിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് ആണ്. ഈ ഫൈക്കസ് റെപ്പൻസിൻ്റെ നോർമൽ ടൈപ്പ് നമ്മളടുത്ത് അവൈലബിൾ ആണ്, വെരിഗേറ്റഡും അവൈലബിൾ ആണ്. വെരിഗേറ്റഡിനെ ഹാങ്ങിങ് പോട്ടിൽ വളർത്താനും നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് ഫൈക്കസ് ബോൺസായി ആണ്. ഈ ഫൈക്കസ് ബോൺസായിനെ ഒരിക്കലും നമ്മൾ ഫുൾ ഇൻഡോർ ആയിട്ട് വെക്കരുത്. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ബ്രോക്കൺ ഹേർട്ടാണ്. ബ്രോക്കൺ ഹേർട്ടിനെ ഒരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിലാവുമ്പോൾ അതിൻ്റെ ആ ലീഫ് ഷെയ്ഡൊക്കെ ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നതായിട്ട് കാണാറുണ്ട്. ഈ സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തായിട്ട് സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കളറും യെല്ലോ ഷെയ്ഡും ഇതുപോലെ വെരിഗേറ്റഡ് ടൈപ്പും. ഇത് രണ്ടും ഓരോ പ്ലാന്റിനും 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ യെല്ലോ ടെക്കോമയാണ്. യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ. ഇതുപോലെ നല്ല ബുഷിയായി നിന്നുകൊണ്ട് അധികം ഹൈറ്റ് വെക്കാതെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകും. അടുത്തായിട്ട് ഏഞ്ചൽ ബിഗോണിയ. ഏഞ്ചൽ ബിഗോണിയയുടെ ലീഫിനാണ് കൂടുതൽ ഭംഗി. ഫ്ലവർ ഉണ്ടാകും, വൈറ്റ് കളർ ഫ്ലവർ അല്ലെങ്കിൽ പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ. മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. കട്ടിങ്സ് പിടിപ്പിച്ചാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അടുത്തായിട്ട് അവക്കാഡോയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ തന്നെ ചെയ്തെടുത്ത ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ്. പുള്ളോക്ക് വെറൈറ്റിയാണ്. ചൂട് കാലാവസ്ഥയിലും കായ പിടിക്കുന്ന ഒരു ഇനമാണ് ഈ പുള്ളോക്ക് വെറൈറ്റി. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളായതുകൊണ്ട് 2-3 വർഷത്തിനുള്ളിൽ തന്നെ കായാവുന്നു. അടുത്തായിട്ട് ആമസോൺ ബ്ലൂ. ആമസോൺ ബ്ലൂ ഒരു സോഫ്റ്റ് സ്രബ് വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തായിട്ട് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ 10ഓളം വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ് ആണ്. മണിമുല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു സെപ്റ്റംബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. അടുത്തായിട്ട് ട്രീ ഫേൺ ആണ്. ട്രീ ഫേണിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച ഈ സൈസിലുള്ള പ്ലാന്റ്സിനാണ് 90 രൂപ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ്. കണിക്കൊന്നയല്ല കേട്ടോ, ഗോൾഡൻ ഷവർ അല്ല, കനേഡിയൻ കൊന്നയാണ്. 50 രൂപയാണ് ഇതിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് യെല്ലോ ഹോയാണ്. യെല്ലോ ഹോയയുടെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ് പോട്ടിലാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. എന്നാൽ വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണുള്ളത്. വലിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ആ പ്ലാന്റ് വേണ്ടവർ ബിഗ് സൈസ് എന്നൊന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി. വലിയ പ്ലാന്റിന് 150 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ. മോർണിംഗ് ഗ്ലോറിയുടെ സിംഗിൾ പെറ്റൽ ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഈ കട്ടിങ്സ് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, അതിനു മുമ്പ് തന്നെ പൂക്കളാവുന്നു. അടുത്തായിട്ട് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അല്ലാതെയും വളർത്താനായിട്ട് സാധിക്കുന്നു. അടുത്തായിട്ട് റെഡ് ഹോയാണ്. റെഡ് ഹോയയുടെ ജിഫി പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സുകൾ വേണ്ടവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് അയച്ചാൽ മതിയാകും. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹോയാണ്. വൈറ്റ് ഹോയയുടെ ജിഫി പ്ലാന്റ്സിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെയും വലിയ പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 250 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ് ഈ ഏഞ്ചൽ ട്രംപറ്റ്. ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. നെക്സ്റ്റ് വൺ പെപ്രോമിയ പ്ലാന്റ് ആണ്. 40 രൂപയാണ് ഈ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഹാഫ് ഇൻഡോർ ആയിട്ട് വേണം നമ്മളിതിനെ വളർത്താനായിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടാണ്. കാവേരി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതൊരു വയലറ്റ് കളറിലുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ, പുളി ഉണ്ടാവില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഈ ഒരു കാവേരി വെറൈറ്റിയിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മൾബറി പ്ലാന്റ് ആണ് കേട്ടോ. മൾബറി പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ഒന്നും അല്ല. ഹൈബ്രിഡ് അല്ല എന്ന് വെച്ചാൽ ഒരുപാട് നീളം കൂടിയ ഫ്രൂട്ടല്ല, എന്നാൽ ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞ കായകൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണിത്. അടുത്തായിട്ട് റെഡ് ഇക്സോറിയാണ്. റെഡ് ഇക്സോറിയുടെ മിനിയേച്ചർ ടൈപ്പ് അല്ല, വലിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണ്. എന്നാൽ കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ
ചെറിയ പ്ലാന്റ്സിൽ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടായി തുടങ്ങുന്നു. പോട്ടിലോ നിലത്തോ നിങ്ങൾക്കിതിനെ വളർത്താനായിട്ട് സാധിക്കും. അടുത്തായിട്ട് അവക്കാഡോയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഇതിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഇതും പുള്ളോക്ക് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. ഈ മെഡിനില്ല പ്ലാന്റിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് സാധിക്കും. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ ചെറിയ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് യെല്ലോ ജാസ്മിനാണ്. യെല്ലോ ജാസ്മിൻ അത്യാവശ്യം ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ പോട്ടിലും നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്താനായിട്ട് സാധിക്കും. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ടെക്കോമയാണ്. പാണ്ഡൂരിയ ജാസ്മിൻ എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിൽ കൂടിയിട്ടും പോട്ടിൽ വെച്ച് വളർത്തുമ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ ആണ് കേട്ടോ. മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. വലിയ പൂക്കളുണ്ടാകുന്ന ടൈപ്പല്ല. ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് പെട്രിയാണ്. പെട്രിയയുടെ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആണ്. വൈറ്റ് ടെക്കോമയുടെ ഒരു പ്രത്യേകത, ഇതൊരു ക്രീപ്പർ ആണെങ്കിൽ കൂടിയിട്ടും നമ്മൾ നേരത്തെ പിങ്ക് ടെക്കോമ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പോട്ടിൽ വേണമെങ്കിലും ഈ പ്ലാന്റിനെ വളർത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഗ്രേപ്സ് ആണ്, മുന്തിരിയുടെ ഏത് കളറാണെന്ന് നമുക്ക് കൺഫേം അല്ല. ഗ്രീൻ ആണോ അല്ലാതെ വയലറ്റ് ആണോ എന്ന് കൺഫേം അല്ല. നമുക്ക് വന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ നിക്കാഡിയ പ്ലാന്റ് ആണ് കേട്ടോ. നിക്കാഡിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് നനവ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് നിക്കാഡിയ പ്ലാന്റ്. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇതിൻ്റെ ലീഫ് കാണാനായിട്ടും നല്ലൊരു ഭംഗിയാണ്. നെക്സ്റ്റ് വൺ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. വർഷത്തിൽ 2 തവണയാണ് ഈ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറിൽ പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൻ്റെ പൂക്കൾ നോർമൽ ക്രീപ്പർ പ്ലാന്റ്സ് പോലെയല്ല, വലിയ പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. ലീഫ് കാണുന്നിടത്തല്ല, അടി മുതലാണ് ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുന്നത്. നല്ല വേര് മെച്ചുറായ ഭാഗത്താണ് ഇതിൽ കൂടുതലും പൂക്കളാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ റെഡ് കളറാണ്. ഇതിൻ്റെ ഓറിജിൻ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ റെഡും ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ യെല്ലോ ജാക്കോബിന പ്ലാന്റ് ആണ്. യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു സ്രബ് വെറൈറ്റിയാണ് ഈ ജാക്കോബിന പ്ലാന്റ്സ്. ഇതിൻ്റെ 3 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 50 രൂപയാണ് യെല്ലോയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് ഷെയ്ഡ് വരുന്ന, റെഡ് കളർ, ഉള്ളിലൊക്കെ റെഡ് കളർ വരുന്ന ഫ്രൂട്ടാണ്. ഇതിൻ്റെ പ്രൈസ്, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് വരുന്ന പ്രൈസ് 100 രൂപ മാത്രമാണ്. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായിട്ട് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചിയുടെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സുകളായിരിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാം തന്നെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. അടുത്തായിട്ട് കറി ലീവ്സ്, കറിവേപ്പിലയുടെ നല്ല വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. നല്ല ചെറിയ ലീഫുകൾ ഉണ്ടാകുന്ന ഇതുപോലത്തെ പ്ലാന്റ്സാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ കറിവേപ്പില പ്ലാന്റ്. അടുത്തായിട്ട് വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. ഇതുപോലെ ഒരുപാട് വെയിലടിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ് ഈ കർട്ടൻ ക്രീപ്പർ. 50 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ്. ഹൈഡ്രാഞ്ചിയയുടെ 4 കളേഴ്സും ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ബഡ്ലിയ പ്ലാന്റ് ആണ്. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ പിങ്ക് കളറിനും നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ് ഓറഞ്ച് ടെക്കോമയാണ്. ഓറഞ്ച് ടെക്കോമയുടെ ബുഷി വെറൈറ്റി, അതായത് ഡോഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാകുന്നു. ഇതിനെ നിലത്തോ പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ട്രംപറ്റ് വൈൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. ഇപ്പോൾ ആ പൂക്കൾ കൊഴിഞ്ഞു, അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞല്ലോ. എന്നാൽ ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. 250 രൂപയാണ് ഈ സൈസ് വലിയ മെച്ചുറായ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ലെമണാണ്. സീഡ്ലെസ് ലെമണിൻ്റെ കട്ടിങ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സുകളാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കട്ടിങ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. അടുത്തായിട്ട് റെഡ് പോയിൻസിറ്റിയ പ്ലാന്റ്. റെഡ് പോയിൻസിറ്റിയയുടെ
പിന്നെ ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു വർഷത്തിലൊരു സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം ആ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ടെക്കോമയാണ്. റെഡ് ടെക്കോമയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ കുറ്റിച്ചെടിയായി നിന്ന് ഈ ഒരു സൈസിൽ തന്നെ നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത്. നെക്സ്റ്റ് വൺ വോങ്ക പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഈ ക്രീപ്പർ വെറൈറ്റി കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ നമുക്കൊക്കെ നഴ്സറികളിൽ അവൈലബിൾ ആയിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ വോങ്കയുടേത്. അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ സൂചിമുല്ലയാണ്. ഈ സൂചിമുല്ല പ്ലാന്റിന് നല്ല സുഗന്ധമുള്ള പൂക്കളായിട്ടിരിക്കും കേട്ടോ. ഒരു പ്രത്യേക സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് യെല്ലോ റോസിഡോ പ്ലാന്റ് ആണ്. യെല്ലോ റോസിഡോയുടെ പ്ലാന്റിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. പോട്ടിലോ നിലത്തോ ഒക്കെ ഇതിന് വളർത്താനായിട്ട് സാധിക്കും. ഒരു ഹാർഡി സ്ട്രബ് വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ്. ഗോൾഡൻ കാസ്കേഡിൻ്റെ 2 സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ്സിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അതിന് 120 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ഇത് പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഈ ലെഗസ്ട്രോമിയ പ്ലാന്റ്. സെയിം ഇതിലുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത്. ഇതുപോലെ കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ നല്ല മെച്ചർ പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ സെനീഷ്യോ ക്രീപ്പറാണ്. സെനീഷ്യോ ക്രീപ്പറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രൈഡൽ ബൊക്കറ്റൊക്കെ പോലത്തെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലരിതിന് യെല്ലോ ബ്രൈഡൽ എന്നും വിളിക്കുന്നതായിട്ട് കാണാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലെൻഡാനയാണ് കേട്ടോ. പിങ്ക് ലെൻഡാന ഹൈബ്രിഡ് വെറൈറ്റിയാണ്, കുറ്റിച്ചെടിയാണ്. ഒരുപാട് പടർന്നു പോകുന്ന ടൈപ്പല്ല. എല്ലാ സമയത്തും ഈ പിങ്ക് ലെൻഡാനയിൽ പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ജോൺ ക്രീപ്പർ. ഈ ജോൺ ക്രീപ്പർ പിങ്ക് ടെക്കോമ എന്ന പേരിലും അറിയപ്പെടുന്നു. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. നമ്മൾ നേരത്തെ കണ്ട ടെക്കോമ പ്ലാന്റ്സ് ഒക്കെ ഡോഫ് വെറൈറ്റി ആയിരുന്നു. എന്നാൽ ഈ പിങ്ക് ടെക്കോമ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. അടുത്തായിട്ട് പിങ്ക് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ഈ പിങ്ക് ലെഗസ്ട്രോമിയയും നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ സൈസ് പ്ലാന്റ്സുകളാണ് 100 രൂപയ്ക്ക് അത്യാവശ്യം മെച്ചുറായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷാണ്. ബോട്ടിൽ ബ്രഷിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സുകളാണ്. വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. ഇത് ഏത് സൈസാണെന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈനാണ്. പ്രിൻസസ് വൈൻ കണ്ടില്ലേ, ഇതിൻ്റെ ആ നാരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ, കർട്ടൻ പോലെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോളാണ്. ചൈന ഡോള് ഒരു ഫുൾ ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ വെക്കണമെന്ന് മാത്രം. എന്നാൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് നൈറ്റ് ക്യൂനാണ് കേട്ടോ. റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത, പകൽ സമയങ്ങളിലും ഈ പൂക്കൾ വിടർന്ന് നിൽക്കുന്നു. എന്നാൽ രാത്രി സമയത്താണ് ഇതിന് നല്ല സുഗന്ധമുണ്ടാകുന്നത്. നമ്മൾ വൈറ്റ് നൈറ്റ് ക്യൂൻ നേരത്തെ കണ്ടിരുന്നു, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണിത്. അടുത്തായിട്ട് അരൂത പ്ലാന്റ് ആണ്. അരൂത പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ് ഈ അരൂത പ്ലാന്റ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലാണ്. ഇതിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഡോങ്കി ടെയിലാണ്. ഡോങ്കി ടെയിലിൻ്റെ ഈ സൈസ് പ്ലാന്റിനാണ് 60 റുപ്പീസ് വരുന്നത്. അടുത്തായിട്ട് ഇരുമ്പം പുളിയാണ് കേട്ടോ. ഇരുമ്പം പുളി പഴയ കാലങ്ങളിൽ തൊട്ടേ നമ്മുടെയൊക്കെ അടുത്തുള്ളൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ അധികം ആൾക്കാരുടെ കയ്യിലൊന്നും ഈ പ്ലാന്റ് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് കൂടിയായിരുന്നു ഇത്. അടുത്തായിട്ട് ബ്ലൂ തമ്പർജിയ ഗ്രാൻഡിഫ്ലോറ. ബംഗാൾ ട്രംപറ്റ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. പെട്ടെന്ന് പടർന്ന് കയറി ക്രീപ്പ് ചെയ്യുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് ഈ ഒരു ബംഗാൾ ട്രംപറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇലഞ്ഞി പ്ലാന്റ് ആണ്. ഈ ഇലഞ്ഞി പ്ലാന്റിൽ എത്ര സമയം കൊണ്ടാണ് പൂക്കൾ ഉണ്ടാകുന്നതെന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നു. ഒരു 2 വർഷം ആകുമ്പോഴേക്കും പ്ലാന്റ് അത്യാവശ്യം മെച്ചുർ ആവുകയും നിറഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. മിക്കി മൗസ് എന്ന പേരിലും ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നു. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ റൂട്ടിയ ഫ്രൂട്ടിക്കോസ. നെക്സ്റ്റ് വൺ വരുന്നത് പൊംഗ്രാനൈറ്റ് ആണ്. പൊംഗ്രാനൈറ്റിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ വലിയ സൈസും ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവർ നമ്മളോടൊന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആണ് കേട്ടോ. ഇന്ത്യൻ ക്ലോക്ക് വൈന് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ക്രീപ്പർ വെറൈറ്റി അല്ല. വർഷത്തിൽ 2-3 തവണയാണ് ഇതിൽ പൂക്കളായി നിൽക്കുന്നത്. റെഡ് വെറൈറ്റിയിലാണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൊംലിയാഡ് ആണ്. വെരിഗേറ്റഡ് ബ്രൊംലിയാഡ് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ മാജിക് സ്റ്റിക്ക് പോലെ ഒരു സ്റ്റിക്ക് വന്ന് പൂക്കളുണ്ടാകുന്നത്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ നാടൻ ബ്രൺഫെൽസിയാണ്. നാടൻ ബ്രൺഫെൽസിയ എല്ലാ സമയത്തും പൂക്കളില്ല, പക്ഷെ ആ പൂക്കളുണ്ടാകുന്ന സമയത്ത് നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. ആ പരിസരത്തൊരു പൂ വിരിഞ്ഞാൽ നമുക്കതറിയാനായിട്ട് സാധിക്കും. അത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്മെല്ലാണ് അതിന്. അടുത്തായിട്ട് വരുന്നത് മങ്കി ടൈലാണ്. ഡോങ്കി ടൈൽ നമ്മൾ നേരത്തെ കണ്ടു, ഇത് മങ്കി ടൈൽ. നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ അബൂട്ട് ആണ് കേട്ടോ. ഈ ടൈഗർ അബൂട്ട് ലോണിലും എല്ലാ സമയത്തും പൂക്കളായിരിക്കും. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഈ ചൂടുള്ള കാലാവസ്ഥയിലും തണുത്ത കാലാവസ്ഥയിലും എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നു. ഒരുപാട് പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ചട്ടിയിലോ നിലത്തോ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ്. 150 റുപ്പീസാണ് ഒരു ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഫുൾ ഇൻഡോർ ആയിട്ട് തന്നെ ഇതിനെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഹോയ സൺറൈസ് ആണ്. ഇതിൻ്റെ പൂക്കൾ ചെറിയ പൂക്കളായിരിക്കും, ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള പൂക്കളാണ്. എന്നാൽ ഇതിൻ്റെ ലീഫ് ഒരു വെരിഗേഷൻ വരുന്ന ഒരു ടൈഗർ, നമ്മൾ ടൈഗർ ലിപ്സ്റ്റിക്കൊക്കെ കണ്ടതുപോലെ ഇതുപോലൊരു വെരിഗേഷൻ വരുന്ന ലീഫുകളാണ് ഈ ഹോയയുടേത്. ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അവയുടെ നെയിം എഴുതി വയ്ക്കുകയോ ചെയ്ത ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. ഹാപ്പി ഗാർഡനിങ്.